മുഖ്യമന്ത്രി കസേര കിട്ടിയെങ്കിലും വി.ഡി. സതീശന് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ലെന്ന് വ്യക്തം. കെ.സി. വേണുഗോപാൽ പക്ഷവും രമേശ് ചെന്നിത്തലയിലെ ടീമും എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ നിലപാട് സ്വീകരിക്കുക? ഒറ്റനോട്ടത്തിൽ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകാനാണ് സാധ്യത. മന്ത്രിസഭാ രൂപീകരണത്തിലും കെ.പി.സി.സി അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇത് പ്രതിഫലിച്ചേക്കാം. രമേശ് ചെന്നിത്തല ഇടഞ്ഞു തന്നെയാണ്. CLP യോഗത്തിൽ പങ്കെടുക്കാതെ ഗുരുവായൂരിലേക്ക്. വിശ്വസ്തരെ നിർദ്ദേശിക്കാൻ നീക്കം. കടുത്ത അമർഷത്തിൽ രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും തഴഞ്ഞതോടെ കടുത്ത അമർഷത്തിലാണ് രമേശ് ചെന്നിത്തല. CLP യോഗത്തിൽ പങ്കെടുക്കാതെ ചെന്നിത്തല ഗുരുവായൂരിലേക്ക് പോയി. മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാടിൽ ചെന്നിത്തല ഉറച്ചു നിൽക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. സീനിയോറിറ്റി പരിഗണിക്കാതെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു എന്നാണ് ചെന്നിത്തലയുടെ പരാതി. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചെന്നിത്തല തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പോയി. കാത്തുനിന്ന അണികളെയോ പ്രതികരണം തേടാനെത്തിയ മാധ്യമങ്ങളെയോ കാണാതെ വീടിന്റെ പിൻഭാഗത്ത് കൂടി അദ്ദേഹം പോയി. ഹരിപ്പാട് വഴി ചെന്നിത്തല ഗുരുവായൂരിലേക്കാണ് പോയത്. മലയാള മാസം 1-ാം തീയതി ആയതിനാൽ പതിവ് ക്ഷേത്ര ദർശനമെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. 40 വർഷം മുൻപ് ചെന്നിത്തല മന്ത്രിയാകുമ്പോൾ KSU നേതാവായിരുന്നു V.D. സതീശൻ. പുതിയ മന്ത്രിസഭയിൽ വെറുമൊരു മന്ത്രിയായിരിക്കാൻ താൻ തയ്യാറല്ല എന്നാണ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചത്. വിശ്വസ്തരെ മന്ത്രിസഭയിലേക്ക് നിർദ്ദേശിക്കാനും നീക്കമുണ്ട്. CLP യോഗത്തിൽ പങ്കെടുക്കാതെ പിന്തുണ കത്ത് നൽകി മാറി നിൽക്കുകയാണ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കുമെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു. എല്ലാവരും ഒന്നിച്ചു നിൽക്കും. MLA മാർ ഹൈക്കമാൻഡിനെ ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രിസഭാ രൂപീകരണത്തിൽ ഘടകകക്ഷികളുമായി സംസാരിക്കുമെന്നും അവർ പറഞ്ഞു. കെ.സി. വേണുഗോപാലിന് ഇനിയും സമയമുണ്ട്. വേണു സന്തുഷ്ടനാണെന്നും നിരാശയില്ലെന്നും മുകളിലേക്ക് പോകാൻ ഇനിയും സമയമുണ്ടെന്നും അവർ വ്യക്തമാക്കി. കെ.സി. വേണുഗോപാലിന് യാതൊരുവിധ മാനസിക വ്യഥയുമില്ലെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. രമേശ് ചെന്നിത്തല ഒരു വിമത പ്രവർത്തനവും നടത്തില്ലെന്നും അദ്ദേഹം ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്നും കെ. മുരളീധരൻ വ്യക്തമാക്കി. കേരളത്തിലെ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് V.D. സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുത്തതെന്ന് കോൺഗ്രസ് നേതാവ് കെ. മുരളീധരൻ. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ കാര്യത്തിൽ നല്ലൊരു സമീപനമാണ് സ്വീകരിച്ചതെന്നും തീരുമാനമുണ്ടാകാൻ കുറച്ചു ദിവസത്തെ താമസം നേരിട്ടെങ്കിലും ഇത് കേരളത്തിലെ UDFന് പുതിയൊരു ഉണർവ് നൽകിയിട്ടുണ്ടെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. രമേശ് ചെന്നിത്തല ഒരു തരത്തിലുള്ള വിമത പ്രവർത്തനവും നടത്തില്ലെന്നായിരുന്നു മുരളീധരന്റെ മറുപടി. മുൻപും തനിക്ക് അനുകൂലമല്ലാത്ത തീരുമാനങ്ങൾ ഉണ്ടായപ്പോൾ പോലും പാർട്ടിയുടെ നയങ്ങളും അച്ചടക്കവും പാലിച്ച് പ്രവർത്തിച്ച പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് മികച്ച പരിചയസമ്പത്തുള്ളതിനാൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹം മന്ത്രിസഭയുടെ കരുത്തായി നിലകൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു.